ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 63. ഉച്ചയൂണിന് എന്തൊക്കെയാവാം. എന്താണ് ഇതെന്താണ്? ഷർട്ടല്ലേ? അതല്ല ചോദിച്ചത്. ഇങ്ങനെയാണോ ഷർട്ട് തേക്കുന്നത്? ഇത് മുഴുവൻ ചുളുവാണല്ലോ. തേക്കുന്ന മനുഷ്യനല്ലേ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് ശ്രദ്ധിച്ച് ചെയ്താൽ ഏറെ ഭംഗിയാവും. പക്ഷെ നീ അങ്ങനെയല്ല. നിനക്കായിരം കാര്യങ്ങളാണല്ലോ. അതിനിടയിൽ എന്റെ ഷർട്ട് നന്നായി തേക്കാൻ നിനക്ക് എവിടെ സമയം? മോഹനേട്ടാ, ആവശ്യമില്ലാതെ തർക്കിക്കാൻ വരല്ലേ. ഇത്രയും കാലം ഞാൻ തേച്ചെന്ന് ഷർട്ട് മുണ്ടിട്ടുണ്ടല്ലേ മോഹനേട്ട ആഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നൊരു ദിവസം ഒരല്പം ചുളിഞ്ഞപ്പോ ഇതുവരെ ഞാൻ ചെയ്തു നോക്കി അങ്ങ് മറന്നുപോയോ? അതിലെന്ത് കാര്യം? ആഴ്ചയിൽ 6 ദിവസവും നല്ല സാമ്പാർ വെച്ച് തന്നിട്ട് 7ാമത്തെ ദിവസം സാമ്പാറിൽ ഉപ്പ് കൂടിയാൽ അത് സമ്മതിച്ചു തരാൻ പറ്റും? എല്ലാ കാര്യവും എല്ലാ ദിവസവും ശരിയായി തന്നെ ചെയ്യണം. ഇപ്പൊ എന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഞാൻ ചെറിയൊരാളല്ല, ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസിൽ വരുന്ന അപേക്ഷകളൊക്കെ പരിശോധിച്ച് ഓരോരുത്തർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ എന്തൊക്കെയാ സംഭവിക്കുക? അയ്യോ, ലോകം അവസാനിക്കും. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയാൽ സർക്കാർ ഭൂമി വേറെ ആർക്കെങ്കിലും പോയിരിക്കും. ആളുകളുടെ ജാതി മാറിപ്പോവും. ദരിദ്രൻ കോടീശ്വരനും കോടീശ്വരൻ ദരിദ്രനുമായി മാറും. എങ്കിൽ പിന്നെ മനഃപൂർവ്വം ഒരു അബദ്ധം കാണിച്ച് ഒരു കോടീശ്വരനായിക്കൂടെ? കളിയാക്കിയതാ. ഓഹോ, രാവിലെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ വന്നു. 1241 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തരുതെന്ന്. ഷർട്ട് തേച്ച് വൃത്തിയാക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോ നീ എന്തിനാണ് കോടീശ്വരന്മാരെ പറ്റി പറയുന്നത്? മോഹനേട്ടാ, രാവിലെ എഴുന്നേറ്റ് കുറെ നേരം തർക്കിച്ചാല് എന്റെ മോഹനേട്ടന് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ തർക്കിക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് വേണം അതിനുവേണ്ടി ഇറങ്ങാൻ. ഷർട്ട് കത്തിപ്പോയിരുന്നെങ്കിൽ ഈ ദേഷ്യത്തിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. തേച്ച് പോന്നു ചുളിഞ്ഞുന്ന് കഷ്ടമുണ്ട്. ഈ ഷർട്ടിനോട് ഞാൻ പുറത്തു പോയാൽ ആളുകൾ എന്നെ ഒക്കെ ചിരിക്കില്ലേ? ചിരിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഷർട്ട് ഒന്നുകൂടെ തേച്ചുണ്ടോ? എനിക്ക് മനസ്സില്ല. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലുണ്ട്. അതിന് പോകേണ്ട നേരത്ത് മോഹനേട്ടൻ ഒരു ഷർട്ട് തേച്ചുകൊണ്ടെന്ന് ശരിയാവോ? ഇല്ല. ഇതിലും വൃത്തിയായിട്ട് തേക്കണമെങ്കിൽ തനിയെ തേച്ചോളണം. എന്നെ കൊണ്ട് പറ്റൂല. എന്താണ്? ഞാൻ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഭർത്താവിന്റെ ഷർട്ട് തേച്ചു കൊടുക്കേണ്ടത് ഭാര്യയാണ്. ആഹാ, എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? ഞാൻ വായിച്ചപ്പോ കണ്ടില്ലായിരുന്നു. ആഹാ, വരുന്നുണ്ട്. കോളേജിൽ പോയി പഠിച്ചത് കൊണ്ടോ ഡിഗ്രി എടുത്തതുകൊണ്ടോ വക്കീലായതുകൊണ്ടോ ഒരു പെണ്ണ് വലിയ ആളെന്നാവാൻ പോകുന്നില്ല. ഭർത്താവിനെ അനുസരിക്കാൻ പഠിക്കണം. ഭർത്താവിന്റെ ഷർട്ട് തേക്കാതെ കോടതിയിൽ പോയി കേസ് വാദിക്കുന്നവൾ മനുഷ്യ സ്ത്രീയാണോ? നമ്മുടെ നാട്ടിലെ കോടതിയിൽ മനുഷ്യർക്കേ വാദിക്കാൻ പറ്റൂ. നീ ഷർട്ട് തേച്ചിരുന്നില്ലയോ? ഇല്ല ഇല്ല ഇല്ല. മനസ്സിലായി. എന്നെ നിനക്ക് അത്ര വിലയുള്ളൂ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എനിക്കത് മതി. മോഹനേട്ടൻ തന്നെയാണ് പറയാറുള്ളത്, ജോലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന്. മോഹനേട്ടന്റെ ഈ കോഞ്ഞാട്ട് ഷർട്ട് തേക്കുക എന്നുള്ളതല്ല ഈ സത്യഭാമയുടെ ജോലി. പറയുമ്പോ വലിയ ഗാന്ധിയനാണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സ്വയം പര്യാപ്തതയെക്കുറിച്ചാണ്. സ്വന്തമായി ഒരു ഷർട്ട് അലക്കി തേച്ചിടാൻ പോലും അറിയാത്ത ഇന്ത്യയിലെ ഒരേ ഒരു ഗാന്ധിയൻ. ഹലോ, മോഹൻ സാറില്ലേ? കാശിക്ക് പോയി. 1 മാസം കഴിഞ്ഞേ വരൂ. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. ഞാൻ കാശിക്ക് പോയി പറഞ്ഞെന്തിനാ? എനിക്കങ്ങനെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. എന്താ? ഹലോ, ഞാൻ എങ്ങും പോയിട്ടില്ല. കാശിക്ക് പോയെന്നല്ല, ദുബായിക്ക് പോയിന്നായിരുന്നു പറയേണ്ടത്. നിന്റെ അഹങ്കാരം അതിര് കിടക്കുന്നു. ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. എന്നെ ഒരു ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലെന്നാണോ പറയേണ്ടത്? എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യത്തിന് ആരെങ്കിലും വിളിച്ചാണെങ്കിലോ? എന്താ അത്യാവശ്യം? വില്ലേജ് ഓഫീസറെ കൊണ്ട് ആവശ്യമുള്ള ആളുകൾ വില്ലേജ് ഓഫീസിൽ ചെല്ലണം. ഇത് വീടാണ്. മാത്രമല്ല, കഴിഞ്ഞ മാസത്തെ വാടക കൊടുത്തത് ഈ സത്യഭാമയാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യും. നിന്നെ ആരും വിളിക്കാനുണ്ടാവില്ല.
പക്ഷെ ഞാൻ അങ്ങനല്ല. എന്നെ വിളിച്ച് ചിലപ്പോ തഹസിൽദാരായിരിക്കും, ചിലപ്പോ കളക്ടറായിരിക്കും, ചിലപ്പോ റവന്യൂ മന്ത്രി ആയിരിക്കും. അവിടെ വരെയല്ലേ പോവുള്ളൂ. റവന്യൂ മന്ത്രിയാണല്ലോ ഈ ഭൂമി കണ്ടുപിടിച്ചത്. നീ അങ്ങനെ കളിയാക്കുന്നുണ്ടല്ല. കഴിഞ്ഞ ആഴ്ച താലൂക്ക് ഓഫീസിൽ റവന്യൂ അദാലത്തിന് വന്നപ്പോ കളക്ടർ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? എന്താ? മോഹനകൃഷ്ണ, ഈ ജില്ലയിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനാണ് എന്ന്. എനിക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഇത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരെയാണോ കളക്ടറാക്കുന്നത്? അസൂയ, ഇത് അസൂയ, നിന്റെ ഒടുക്കത്തെ അസൂയ. എവിടാ? വേണ്ട, ഞാൻ എടുത്തോളാം. ഇനി ആ ഫോൺ എടുത്താ ഈ കഴി ഞാൻ വിട്ടു. പ്രാന്തായോ ഇങ്ങർക്ക്? അവളുടെ ചിലപ്പോ ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞോളാം. ഹലോ, ഞാൻ കളക്ടർ പി എ. എന്താ സാർ? കളക്ടർ നിങ്ങളുടെ താലൂക്ക് ഓഫീസിൽ വരുന്നുണ്ട്. എന്തോ മീറ്റിംഗ് ഉച്ചയൂണ് ടിവിയിൽ അറേഞ്ച് ചെയ്തിരുന്നു. ശരി സാർ. പക്ഷെ ഇപ്പൊ കളക്ടർ പറയുന്നു സാറിന്റെ വീട്ടിൽ നിന്ന് ഉച്ചയൂണ് കഴിക്കാമെന്ന്. 1:30 കളക്ടർ എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ സാർ? സാർ, അയ്യോ കളക്ടറിന്റെ വീട്ടിൽ വരാൻ പോണു. എടി, നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ഞാനൊരു സാധാരണ വില്ലേജ് ഓഫീസറാണ്. പക്ഷെ ഇപ്പൊ തന്നെ അങ്ങനെ അല്ലെന്ന്. ഞാൻ 1 മിനിറ്റ് മുമ്പ് പറഞ്ഞേ ഉള്ളൂ റവന്യൂ അദാലത്തിന് വന്ന് കളക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്റെ കാര്യക്ഷമതയ്ക്ക് സമ്മാനം തരുന്നു എന്ന് കളക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നീ ചോദിച്ചു ബുദ്ധിയില്ലാത്ത ആളാണോ കളക്ടർ എന്ന്. ഇപ്പോഴോ? ഇപ്പൊ എന്തുണ്ടായി? കളക്ടർ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. ഇതുവരെ കളക്ടർ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണോ കഴിച്ചോണ്ടിരുന്നത്? എന്നല്ല, ഇന്ന് കളക്ടർ ഉച്ചയൂണ് കഴിക്കുന്നത് എവിടെ നിന്നാണ് നന്ദി കരുതിയത്? ചന്ദ്രനിൽ നിന്നായിരിക്കും. അല്ല, മോഹനകൃഷ്ണന്റെ വീട്ടിൽ നിന്ന്. ഒരു സാധാരണ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ കളക്ടർ വരൂ? കളക്ടറേറ്റിൽ നിന്ന് കളക്ടറെ പി ആണ് വിളിച്ചത്. താലൂക്ക് ഓഫീസർ എന്തോ മീറ്റിംഗിന് വരുന്നതാണ് കളക്ടർ. എന്താടി ഉത്തരം മുട്ടിപ്പോയോ? ജില്ലാ കളക്ടർ ആരെന്നാണ് നീ കരുതിയത്? ഈ ജില്ലയുടെ മുഴുവൻ ഭരണാധികാരിയാ. അങ്ങനെയുള്ള ജില്ലാ കളക്ടർ ഈ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാല് നാളെ മുതൽ നാട്ടിൽ മോഹനകൃഷ്ണന്റെ വില എന്നറിയാമോ? എനിക്ക് ആളുകൾ പറയും ഞാൻ പോകുന്ന ആരെന്നറിയാമോ? കളക്ടർ വീട്ടിൽ വന്ന മോഹനകൃഷ്ണൻ, കളക്ടർ വീട്ടിൽ വന്ന മോഹനകൃഷ്ണൻ. തലവേദന വന്ന മോഹനകൃഷ്ണൻ സാറ്, വയറിളക്ക് വന്ന മോഹനകൃഷ്ണൻ സാറ് എന്ന് പറയുന്ന പോലെ. നിന്നെ പോയാ? ആഹാ, ഈ കളക്ടർ പറക്കുന്നത് നാണോ മാനുവിജയ്? വീട് മുഴുവൻ നടന്നു തിണ്ടി ഞമ്മടി നടക്കുന്നു. ഇനി ഇതിന്റെ പേരിൽ ഞാൻ എന്തെല്ലാം കേൾക്കേണ്ടി വരൂ? ഇപ്പോഴത്തെ നിന്റെ പരിഹാസം അസൂയ കൊണ്ടാണ്. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനെ കാണാൻ ജില്ലാ കളക്ടർ ഇവിടെ എത്തുന്നു. നിന്റെ കാര്യോ? നിന്നെ കാണാൻ ഇവിടെ പരമാവധി വരാൻ പോകുന്നത് ആ പ്രാന്തൻ ഹരിചന്ദ്രവക്കിലല്ലേ? എടി, അയാളാണെങ്കിൽ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനും. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഭാഗ്യം മാത്രം പോരാ, അതിനുള്ള യോഗ്യതയും വേണം. വെറുതെ വക്കീൽ കോട്ടും പിടിച്ച് കയ്യിൽ 2 തടിയും പുസ്തകം എടുത്തു വെച്ച് തെക്ക് വടക്ക് നടന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, എനിക്കറിയാൻ വയ്യതെന്ന് ചോദിക്കുക. നിങ്ങളുടെ പുസ്തകത്തിന് മാത്രം എന്താണ് ഇത്ര വലിയ കട്ടി? അതെടുത്ത് വായിക്കാനാണോ അതോ പട്ടികിട്ടറിയാനോ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ പുസ്തകത്തെ പറഞ്ഞാലുണ്ടല്ലോ പറയും, ഞാൻ പറയും. എനിക്ക് ചുമ്മാതല്ല, ജില്ലാ കളക്ടറാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പൊ എനിക്ക് എന്തും പറയാം. ശരി, എന്തായാലും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. എന്താ നീ ഓഫീസിൽ പോയ ഇന്നോ? ഇന്നെന്താ പ്രശ്നം? എടി, ഈ വീട്ടിൽ നിന്ന് ജില്ലാ കളക്ടർ വരുമ്പോ നീ ഓഫീസിൽ പോയാലങ്ങനെ? എന്റെ ഭാര്യ എവിടെയെന്ന് ജില്ലാ കളക്ടർ ചോദിക്കുമ്പോ ഞാനെന്ത് പറയും? ജില്ലാ കളക്ടറോട് പറയാ ഓഫീസിൽ പോയത്. അത് വൃത്തിയാ. വീട്ടിലൊരു അതിഥി വരുമ്പോ വീട്ടുകാര് വീട്ടിലില്ലെന്ന് പറഞ്ഞാ? ഈ വീട്ടിൽ വീട്ടുകാരൻ മാത്രമേ ഉള്ളൂ. വീട്ടുകാർ വേലക്കാരിയാണല്ലോ കുറച്ചുകൂടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്ക് ഓഫീസിൽ പോയാൽ പറ്റൂ. കാരണം ഇന്ന് 2 പ്രമാദമായ കൊലക്കേസുകളുടെ വാദം തുടങ്ങുന്ന ദിവസമാ. ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരായിട്ടില്ലാത്തതിന് പേരിൽ എന്റെ കക്ഷികളെ തൂക്കിക്കൊന്നാൽ കളക്ടർ സമാധാനം പറയും. എനിക്ക് പോയാൽ പറ്റൂ.
അവള് വീണ്ടും വിലപേശുകയാണല്ലോ. ഇന്നലത്തെ പോലെ ബിരിയാണി മേടിപ്പിക്കാനുള്ളതാ. എന്ത് ചെയ്യും? ഞാൻ ഫോൺ ചെയ്യാം. ഭാമേ, നീ ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഇന്നലെ തഹസീൽദാരുടെ മകളുടെ കല്യാണത്തിൽ പോകാൻ വേണ്ടി നീ എന്നെ കൊണ്ട് ബിരിയാണി, ഐസ്ക്രീം, ചിക്കനൊക്കെ വാങ്ങിപ്പിച്ചു. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കുക. നീ ഇന്ന് ആഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോഹനേട്ടാ? എനിക്കെന്നെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ജില്ലാ കളക്ടർ ഒരു ഉണക്ക് വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ വേണ്ടി വരുന്നതാണോ, ഒരു കൊലക്കേസിലെ പ്രതിയെ തൂക്കിക്കൊല്ലുന്നതാണോ പ്രധാനം? ഉച്ചയ്ക്ക് കളക്ടർ വരുമ്പോ നല്ല സദ്യ കൊടുക്കണ്ടേ? ചോറും കറിയും പായസമൊക്കെ ആര് വെക്കും? നീ ഇന്ന് ആഫീസിൽ പോകണ്ട. അപ്പൊ അതാണ് കാര്യം. കളക്ടർ വരുമ്പോൾ, സാർ ഇതാണ് എന്റെ ഭാര്യ സത്യഭാമ, അഡ്വക്കേറ്റ് ആണെന്ന് പരിചയപ്പെടുത്തും എന്നാണ് ഞാൻ കരുതിയത്. ഇത് അതിനല്ല. കളക്ടർക്ക് മൂക്കുമുട്ട തിന്നെ വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അല്ല, കളക്ടർ വരുമ്പോ ഉറപ്പായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കോ? ഇതാരാണെന്ന് കളക്ടർ ചോദിക്കില്ലേ? ഓ, അങ്ങനെ ചോദിക്കുമ്പോ പരിചയപ്പെടുത്താമെന്ന്. എനിക്കങ്ങനെ പരിചയപ്പെടേണ്ട കാര്യം. ഈ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെ കാര്യമായിട്ടൊക്കെ പരിചയപ്പെടാൻ. അത് പിന്നെ ഭാമേ, ഒന്നും പറയണ്ട. ഞാൻ ഭക്ഷണം ഉണ്ടാക്കില്ല, ഓഫീസിൽ പോവുകയും ചെയ്യും. ജില്ലാ കളക്ടർ ഇവിടെ കയറി വരുമ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത വില്ലേജ് ഓഫീസർ ഇവിടെ ഇരുന്ന് നക്ഷത്രം വേണ്ടു 1, 2, 3, 4, 5. അപ്പോഴേ ഈ മോഹനകൃഷ്ണന് സത്യഭാമയുടെ വില മനസ്സിലാവും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കളക്ടർ വരുമ്പോൾ അടുക്കളയിലിരിക്കുന്ന ചായപ്പൊടി, പഞ്ചസാര മുതലായ സാധനങ്ങൾ എടുത്തു കൊടുക്കുക. അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കളക്ടർക്ക് തന്നെ ഒരു ചായ ഇട്ട് കുടിക്കാലോ. വില്ലേജ് ഓഫീസർക്ക് അറിയില്ലെങ്കിലും കളക്ടർക്ക് എന്തായാലും ചായ ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഈശ്വര, ഇനി എന്ത് ചെയ്യും? കളക്ടർ